പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴേ എന്താ കൊടുക്കേണ്ടതെന്ന് ഭയങ്കര ആശങ്കയായിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ സ്വന്തമായിട്ട് കുറേ സാധനങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പേരൊക്കെ വിളിക്കാം. മധുരപ്പിടിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടപ്പിടിയെന്നോ എന്തൊക്കെ വേണമെങ്കിലും വിളിക്കാം കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് മധുരപ്പിടിയെന്ന് അങ്ങ് വിളിച്ച് കേട്ടോ. അപ്പോൾ നമുക്കിതിനൊക്കെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല അടിപ്പൊടി നല്ല അടിപൊളിയായിട്ട് അങ്ങ് കുഴയ്ക്കണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങായും കുറച്ച് ജീരകവും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ, ആ ഒരു ജീരകം ഇടയ്ക്ക് കടിക്കുമ്പോൾ അടിപൊളിയാട്ടോ. നമ്മൾ സാധാരണ ഉണ്ട പുഴുങ്ങിയാലേ ശർക്കരയും തേങ്ങയും വെക്കാതെ ഉണ്ട പുഴുങ്ങിയാലേ അതേമാതിരി നമ്മൾ അടിപൊളിയായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. കൈ നല്ലപോലെ പൊള്ളും, കാരണം തിളച്ച വെള്ളമല്ലേ നമ്മൾ ഈ അരിപ്പൊടിക്കകത്തേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് സമയം പോയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് നേരം മൂടി വെച്ച് അതിൻ്റെ ആവിയും വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി കുറച്ച് ചൂടൊക്കെ പോയ ശേഷം കേട്ടോ ഞാൻ പിടിക്കുള്ളേ. ഇല്ലാത്തവർക്ക് മധുരം ഇടാതെ ഇതുണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. കാരണം പിള്ളേർ സ്കൂൾ വിട്ട് വന്ന് അവർ കുളിക്കുന്ന സമയമോ അല്ലെങ്കിൽ അവരെന്താ 5 മിനിറ്റ് വിശ്രമിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന്. പിന്നെ നമുക്ക് മധുരം ഇടണ്ടാത്ത ചില പിള്ളേർക്കെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലേ മധുരം, ശർക്കര ഭയങ്കര ഇഷ്ടമാണ്, പഞ്ചസാര ഇഷ്ടമുള്ള പിള്ളേരുണ്ട്. അപ്പം നമുക്ക് അവർക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ചൂടുകൊണ്ട് നല്ലപോലെ എൻ്റെ കൈ പൊള്ളുന്നുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ എന്താ പറയുക ഭയങ്കരമായിട്ട് സ്പീഡിൽ കുഴയ്ക്കുന്ന പോലെ തോന്നുന്നത്. കൈ പൊള്ളുന്നുണ്ട് നല്ലപോലെ കുഴച്ച് പിടിക്കണം കേട്ടോ. എന്നാലാണ് ആ ഉണ്ടയുടെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മൾ സാധാരണയൊക്കെ ഉണ്ട പുഴുങ്ങിയല്ലേ, അപ്പോൾ അതിനൊരു മയമൊക്കെ കിട്ടണമെങ്കിൽ ഇച്ചിരി നല്ല അടിപൊളിയായിട്ടൊക്കെ പിടിക്കണം കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ആണെങ്കിലും കുഴയ്ക്കുമ്പോൾ നല്ലപോലെ വരണമെങ്കിൽ നല്ലപോലെ കുഴച്ച് പിടിക്കണ്ടേ. അത്രയേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. പിന്നെ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാകുന്നതെന്ന് വെച്ചാൽ എൻ്റെ പിള്ളേർക്ക് ഇഷ്ടം അതിൻ്റെ ശർക്കരയുടെ ചുവയും അതുപോലെ തന്നെ ആ ഉണ്ട മുക്കി അവർ ശർക്കര കൂട്ടി ഉണ്ട മുക്കി ഇത് കഴിക്കും കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. അവർക്ക് ഭയങ്കര ഇഷ്ടം അതാണ്. അപ്പോൾ നമ്മളിതെല്ലാം അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് അങ്ങ് കുഴച്ച് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് ഒരു പാത്രത്തിനകത്ത് നമ്മളിങ്ങനെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച പാത്രമാണ്. പക്ഷേ ഞങ്ങൾ നിർഭാഗ്യവശാൽ ആ കേക്കിൻ്റെ പാത്രം വെറുതെ മേടിച്ചതാണ് കേട്ടോ. നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ തിളയ്ക്കുന്ന വെള്ളത്തിനകത്തേക്ക് നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ഉരുട്ടി അങ്ങോട്ട് ഇടാം കേട്ടോ. ചെറുതായിട്ട് ഉരുട്ടിയിട്ടാലും നല്ലതായിരിക്കും. ഞാനൊരു ഇച്ചിരി കടിച്ച് കഴിക്കാനാട്ടോ എനിക്കിഷ്ടമേ. ചെറുതാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഒത്തിരി കുഴഞ്ഞിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി വലിയ ഉണ്ടയാണെങ്കിൽ നമുക്ക് ആ ചാറിനകത്ത് തോണ്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കും ഇതൊക്കെ തന്നെ ഇഷ്ടമാണ് കേട്ടോ. എനിക്കിത് ഇഷ്ടമായതുകൊണ്ടാട്ടോ ഞാൻ ഈ പിള്ളേർക്ക് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. മെനക്കെട്ടുണ്ടാക്കുവാണ്. അങ്ങനെ നമ്മൾ ഇതേ കൊണ്ട് ഒരു 10-20 ഉണ്ടയുണ്ട് എങ്ങനെ പോയാലും കേട്ടോ. കാരണം കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ. ഒരു 2-3 സ്പൂൺ പൊടി. സ്പൂൺ എന്ന് വെച്ചാൽ വലിയ തവിയാണ് കേട്ടോ. സ്പൂണിന് ഞാനിങ്ങനെ ആലങ്കാരികമായിട്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. 3 തവിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വറുത്ത പൊടിയാകുമ്പോൾ നല്ലപോലെ കുതിരും കേട്ടോ. കുതിർന്ന് കഴിയുമ്പോൾ ഒത്തിരി സംഭവം ഉണ്ടായിരിക്കും, ഒത്തിരി സാധനം കിട്ടും നമുക്ക് കേട്ടോ. കുറച്ച് പൊടി എടുത്താലും നമുക്ക് ഒത്തിരി പൊലിമ തോന്നിക്കും കേട്ടോ. അങ്ങനെ നമ്മളിതേ കണ്ട് ഉരുട്ടി ഇത് ചൂട് വെള്ളത്തിനകത്തേക്ക് ഇടണം കേട്ടോ. നല്ലപോലെ വെള്ളം തിളച്ച ശേഷം മാത്രമേ ഈ ഉണ്ട ഉരുട്ടി അതിനകത്തേക്ക് ഇടാവുള്ളേ. അല്ലെങ്കിൽ ഉണ്ടയെല്ലാം എന്താ പറയുക പൊട്ടി പോകും കേട്ടോ. തിളയ്ക്കുന്നതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് ഏകദേശം നല്ല അടിപൊളിയായിട്ട് ഉണ്ടയെല്ലാം ഞാൻ കുറേ മുങ്ങാതെ കിടക്കുന്ന ഉണ്ടയെല്ലാം ഞാൻ മുക്കി വിടുക കേട്ടോ. നല്ലപോലെ മുക്കി വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ വേവണം കേട്ടോ. ചെറുതായിട്ടൊന്ന് മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ച് കഴിയുമ്പോൾ തിളച്ച് ചാടും. അത് സൂക്ഷിച്ചിട്ട് വേണം മൂടി വെക്കാനേ. അതിനുശേഷം ഞാൻ ചെറിയതായിട്ട് പൊടി കലക്കി അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ചാറ് വേണം ഇതിന്. ചാറെന്ന് വെച്ചാൽ അടിപൊളി ചാറ്. ആ ഒരു ചാറ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാണ്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചാറ് നല്ല സെറ്റപ്പായിട്ട് ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്. നല്ലപോലെ മൂടിയിട്ട് വേവിക്കണം കേട്ടോ. ഞാൻ മൂടി വെച്ച് വേവിച്ചത് കാണിച്ചിട്ടില്ല. കാരണം മൂടി വെച്ച് വേവിക്കാന്ന് വെച്ചാൽ തിളച്ച് ചാടിപ്പോകും കേട്ടോ. അപ്പോൾ ചെറിയ മൂടെല്ലാം ഇച്ചിരി മാറ്റി വെച്ചിട്ട് നല്ലപോലെ മൂടി വേവിച്ച് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകി ചാറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാട്ടോ ശർക്കര ഉരുക്കി ചേർക്കുന്നതിലും കുഴപ്പമില്ല കേട്ടോ. കാരണം ശർക്കരയ്ക്കകത്ത് കല്ലും പൊടിയും മണ്ണൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പോൾ അത് ഉരുക്കി ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ അത് ഒത്തിരി പൊടിയൊന്നും കണ്ടില്ല. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ വെറുതെ ഇട്ട് കൊടുത്തത്. പിന്നെ ശർക്കര ഉരുക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളമൊക്കെ അധികം കൂടിപ്പോകും കേട്ടോ. പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കുകയല്ല, പിന്നെ കുറേ പറ്റിക്കേണ്ടിക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ ശർക്കര ചിരണ്ടി മാത്രം ഇട്ടത് കേട്ടോ. ഇപ്പോൾ കണ്ടോ നല്ല കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയിൽ കുറച്ച് നെയ്യൊക്കെ തൂക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ എനിക്കത് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അവൾമാർക്കും കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ അല്ലെങ്കിൽ ഏലക്കായ നമ്മൾ ജീരകം ഓൾറെഡി ഉണ്ടയ്ക്കകത്ത് ഇട്ടേക്കുന്നതുകൊണ്ടാട്ടോ. ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാൽ മതി. ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഏലക്കായ ഒന്നും അതിനകത്ത് ഇട്ട് കൊടുക്കാത്തത്. പിന്നെ നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 തുള്ളി ഉപ്പ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നല്ല കണ്ടോ നല്ല സൂപ്പറായിട്ട് കുറുകി വന്ന്. പിന്നെ ഇത് നമ്മൾ തീ നിർത്തുന്നതാണ് നല്ലത്. കാരണം സംഭവം കുറച്ച് കഴിയുമ്പോൾ ഈ തിളയൊന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കും വെള്ളം നല്ലപോലെ കുറുകും കേട്ടോ. കുറുകി കഴിയുമ്പോൾ നമുക്ക് ചാറൊട്ടും കിട്ടാതെ വരും. അപ്പം ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം കേട്ടോ. ഉണ്ടപ്പിടിയെന്നോ മധുരപ്പിടിയെന്നോ എന്തെങ്കിലുമൊക്കെ പേര് വിളിക്കാം. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സംഭവം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.